പുതിയ അതിവേഗ റെയിൽപാതയിൽ നിന്ന് കാസർഗോഡ് ജില്ലയെ പൂർണ്ണമായും ഒഴിവാക്കി ഇടക്കാല റിപ്പോർട്ടിനെതിരെ ജില്ലയിൽ പ്രതിഷേധം. ഇ ശ്രീധരന്റെ പദ്ധതിയിൽ നിന്ന് ജില്ലയെ ഒഴിവാക്കുന്നതിൽ കടുത്ത ആശങ്കയിലും പ്രതിഷേധത്തിലുമാണ് കാസർഗോഡ് ജനങ്ങൾ. കേരളത്തിന്റെ റെയിൽ ഗതാഗതത്തിൽ വൻ മാറ്റങ്ങൾ ലക്ഷ്യമിട്ട് ഇ ശ്രീധരൻ തയ്യാറാക്കിയ അതിവേഗ റെയിൽ പദ്ധതിയിൽ നിന്ന് കാസർഗോഡിനെ ഒഴിവാക്കിയതിൽ വൻ പ്രതിഷേധത്തിലാണ് ജില്ലയിലെ ജനങ്ങൾ. കാസർഗോഡ് കേരളത്തിലില്ലേ എന്നുള്ളൊരു ചോദ്യമാണ് കാസർഗോഡിലെ ജനങ്ങൾ ഉയർത്തുന്നത്. കാസർഗോഡിൻ്റെ കേരളത്തിലല്ലേ? കണ്ണൂർ വരെ മാത്രമാണ്. കണ്ണൂർ വരെ നമുക്കറിയാം നിരവധി വണ്ടികൾ തന്നെ 10ഓളം വണ്ടികൾ കണ്ണൂർ വരെ മാത്രമാണ്. അതിനുശേഷമാണ് ഈ കേരള സർക്കാരിൻ്റെ ഈ ഒരു കടുത്ത തീരുമാനം. അത് പുനഃപരിശോധിക്കുമെന്ന് തന്നെയാണ് എല്ലാ ജില്ലയിലെ എല്ലാ MLA-മാരും ഞങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ MP-യും ബന്ധപ്പെട്ടു. അപ്പോൾ MLA-മാർ പറഞ്ഞു വെച്ചാൽ അടുത്ത ദിവസം തന്നെ മുഖ്യമന്ത്രിയെ കണ്ട് ഈ നടപടി തിരുത്തിക്കും തന്നെയാണ്. തിരുവനന്തപുരത്തെ പൂജപ്പുര മുതൽ കണ്ണൂരെ മുണ്ടയാട് വരെ 473.20 കിലോമീറ്റർ ദൂരത്തിലാണ് അതിവേഗ റെയിൽപാത എന്നാണ് പുറത്തുവന്ന റിപ്പോർട്ട്. മണിക്കൂറിൽ പരമാവധി 200 കിലോമീറ്റർ വേഗതയിലാണ് ട്രെയിനുകളുടെ സഞ്ചാരം. തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരേക്ക് 3.5 മണിക്കൂർ കൊണ്ട് എത്തിച്ചേരാനാകും. സംസ്ഥാനത്തുടനീളം 23 സ്റ്റേഷനുകൾ വിഭാവനം ചെയ്തിരിക്കുന്ന പദ്ധതിയിൽ നിന്നും കാസർഗോഡ് ജില്ലയെ പൂർണ്ണമായും മാറ്റി നിർത്തി. സംസ്ഥാനത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള കാസർഗോഡിനെ മാത്രം വികസന ഭൂപടത്തിൽ നിന്ന് ബോധപൂർവം മാറ്റി നിർത്തുകയാണെന്ന ആക്ഷേപമാണ് ഉയരുന്നത്. മീഡിയ 1 കാസർഗോഡ്.